ഗൈസ് വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ. ഗൈസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡിസ്പ്ലേ സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡായിട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വീടുണ്ടാക്കി എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻറ്റീരിയലും പിന്നെ ഡിസൈനൊക്കെ സെറ്റാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് നോക്കാം നമുക്ക്. രാത്രി ഒന്നുണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ്? സെറ്റായില്ല. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള പേരാ ഗൈസ്. ഞാൻ യൂട്യൂബ് നോക്കിയൊന്നുമല്ല ഉണ്ടാക്കിയ ഗൈസ്. ഓക്കെ, സത്യം ഇത് ഫുൾ ഡിസൈൻ ഇവിടെയൊക്കെ സെറ്റപ്പ് ആക്കി കൊടുത്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഒരു മിനിറ്റ്, രാത്രിയായി കിടന്നുറങ്ങട്ടെ. അല്ലെങ്കിൽ 2-3 ക്രീപ്പർ ഒന്ന് പൊട്ടിങ്ങനെ ഗൈസോടെ അടുത്ത്. എന്തൊരു കഷ്ടം ഗൈസ്. അയ്യോ, ഇതൊക്കെ ഞാൻ കാണിച്ച ഒരാളല്ലേനോ. ക്രീവിലായി ഗൈസ്. ഇതാണ് നമ്മുടെ ഇത്. ഞാനിവിടുത്തെ ഈ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ മാറ്റി. പിന്നെ ഇവിടെ അങ്ങനെ നമ്മൾ വാളും കാര്യങ്ങളും വെച്ചു. അതുപോലെ ഇവിടെ സ്റ്റെയർ, പിന്നെ ഇവിടെ സ്ലാബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിസൈനും കാര്യങ്ങളും കിട്ടി. അതുപോലെ തന്നെയാണ് അവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ മേലെ നമ്മൾ ഇവിടെ ക്യാമ്പ് ഫയർ വെച്ചിട്ടുണ്ട്. ക്യാമ്പ് ഫയർ എന്നിട്ട് നമ്മൾ കെടുത്തിയിട്ടുണ്ട്, തീ അണച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ടൈപ്പ് ബോർഡ് സാധനം കൊടുത്തിട്ടുണ്ട്. ഇതെന്താ പറയുക, ഐറ്റം പറയുമ്പോൾ തോന്നുന്നു. ഇവിടെ ഐറ്റം ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ അതുപോലെ നമ്മൾ ഇവിടെയൊക്കെ അതേപോലെ കൊടുത്തിട്ടുണ്ട്. വുഡ് കവറായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ ഡേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ കവറാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ പുറത്തേക്കുള്ളത് നമ്മളെ ബ്രിക്കാണ് വെച്ചിട്ടുള്ളത്. ഡീപ്പ് സൈറ്റിൻ്റെ ബ്രിക്കാണ് വെച്ചിട്ടുള്ളത്. അകത്തേക്കുള്ളത് നമ്മൾ വുഡും. ഓക്കെ, ഇനി ഇവിടെ അങ്ങനെ അതുപോലെ തന്നെ എങ്ങനെയുണ്ട് ഗൈസ്, മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് പറയട്ടെ ഗൈസ്. പിന്നെ ബാക്ക് ഭാഗം ഇതെങ്ങനെയാണ്. പിന്നെ മേലെ റൂഫിൽ കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മറ്റേ ലൈറ്റിങ് റോഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പച്ച ഗൈസ്, ഞാൻ അവിടെ വന്ന് വെച്ചിട്ടുണ്ട്. ഇതിന് കുഴപ്പമൊന്നുമില്ല. സോ ഇവിടെ ഇതാണ് ഇതിൻ്റെ രൂപം. ഇവിടെ ഞാൻ ലീഫും കാര്യങ്ങളൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടാ, ഇതിപ്പോൾ അരുൺ റൈഡ്സിൻ്റെ വീഡിയോകളിൽ നിന്ന് എടുത്തതാണ് ഗൈസ്. ഓക്കെ, സോ ഇത് ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയല്ല. നമ്മൾ പണ്ട് മുതലേ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, ആൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. സോ അത് അങ്ങനത്തെ ഇതിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. സോ ഇതാണ് നമ്മുടെ ബാക്ക് വശം ഗൈസ്. ഇവിടെ ഫുൾ ഓപ്പൺ ഉണ്ടാകും. ഇതാണ് നമ്മുടെ ബാക്ക് വശം കാര്യങ്ങളും വരുന്നത്. സോ ഞാൻ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കാം ഗൈസ്. ഒക്കെ ടൈം എടുക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ഒരു വശം വരുന്നത്. ഓക്കെ, ഇതാണ് സെറ്റായി ഗൈസ്. എങ്ങനെയുണ്ടെന്ന് പറയാം, കമൻറ്റ് ഗൈസ്. സോ ഞാനിത് യൂട്യൂബിൽ നിന്ന് നോക്കി ഉണ്ടാക്കിയതല്ല. ഓക്കെ, ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനൽ വന്നപ്പോൾ എന്തോ ഭയങ്കര രസമായിട്ട് തോന്നി. സോ ഇനി നമുക്ക് ഇൻറ്റീരിയലും കാര്യങ്ങളും കാണിച്ചു തരാം. ഇൻറ്റീരിയൽ ഞാൻ ഓവറായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല, എങ്കിലും കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഇതാ കൊടുത്തിട്ടുള്ളത്, ഫെൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കണ്ടോ ഗൈസ്. ഈ ഒരു അത് പറഞ്ഞപ്പോഴാണ് ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒപ്റ്റിഫൈയിലെ ലിങ്ക് കിട്ടുമെന്ന്. സോ ഒപ്റ്റിഫൈൻ്റെ ലിങ്ക് എൻ്റെ അടുത്തില്ല, ബട്ട് എൻ്റെ അടുത്ത് ഒപ്റ്റിഫൈൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത് കണ്ടോ ഗൈസ്, ഇതൊക്കെ ആ ഒപ്റ്റിഫൈയിൽ വരുന്നതാണ്. ഈ ഗ്ലാസ്, ഈ ഫുൾ ഗ്ലാസ് ആയിട്ട് വരുന്നത് ആണ്. ഇതുണ്ടോ ഗൈസ്, ഈ ഗ്ലാസ് സെറ്റായില്ലേ? ഇത് കയ്യിലെടുത്താൽ കാണും കൂടിയില്ല ഗൈസ്. സോ ഇതൊക്കെ ഒപ്റ്റിഫൈയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ വുഡിൻ്റെ കളറൊക്കെ കുറച്ച് ചെറിയൊരു മാറ്റമുണ്ട്. സോ ഓവറായിട്ടില്ല, ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒപ്റ്റിഫൈയിൽ വരുന്നതാണ്. അതുപോലെ നമ്മൾ ഇങ്ങനെ ഇൻവെൻറ്ററി എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ ഗൈസ്, അതുപോലെ കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് ഒരു ചെറിയൊരു ഡാർക്ക്നെസ് പോയി കിട്ടിയിട്ടുണ്ട്. ലൈറ്റ് കളറായിട്ടുണ്ട്, ഒരു ട്രാൻസ്പെറൻറ്റ് കളറ്. സോ ഇതൊക്കെ ഒപ്റ്റിഫൈഡ് ആണ്. സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുക്കാം. അതിൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ താഴെ വരുന്നത്, ഇവിടെ ഞാൻ ഇങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലീഫ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫെൻസും കാര്യങ്ങളും. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. സോ ഇവിടെ നോക്കി നമുക്ക് പുറത്തേക്കുള്ള എല്ലാ വ്യൂവും കാണാം. സോ ഇവിടെ ഗ്രാഫ്റ്റ് ടേബിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ചെസ്റ്റ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഇനി സ്റ്റോറേജ് നമ്മൾ അടുക്കി വെക്കാണ്ട്. സോ ഒക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്യാം. സോ ഇത് ഓക്കിൻ്റെ വുഡുണ്ട് ഡോർ കേട്ടോ. സോ ഇതാണ് നമ്മുടെ ബെഡ്റൂം കാര്യങ്ങൾ വരുന്നത്. ഇവിടെ നമ്മൾ അമിത്തിസ്റ്റ് ജിയോഡിൻ്റെ പുറത്ത് വരുന്ന ബ്ലോക്കും കാര്യങ്ങളും വെച്ചിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് സാധനങ്ങളായിട്ടോ കയറ്റി വെക്കാണ്ടൊക്കെ. ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ടും കാര്യങ്ങളും വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ പോകും. സോ അതിന് മുമ്പ് ഇവിടെ ഒരു സോഫയും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഡേയ്സ്
സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ കിടക്കാൻ പറ്റലില്ല ഗൈസ്. കാരണം എന്താണെന്ന് അറിയാം, രാത്രി ആകുമ്പോൾ തന്നെ അതിൻ്റെ ചുറ്റോടെ ഫുള്ള് സോംബിയാളും സ്കെൽറ്റന്മാരും വന്ന് നിൽക്കും. ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കണ്ടിട്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. ഞാൻ അവിടെയാണ് സാധാരണ കിടന്നുറങ്ങാറ്, ഈ സോഫയിൽ. സോ ഇവിടെയും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. സോ ഇവിടെ ഞാൻ ക്ലോസ് ആക്കിയിട്ടുണ്ട്, ഓപ്പൺ അല്ല. സോ മേലെയാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഇവിടെ ഇതാ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഒരു ബെഡ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇരുന്ന് കാണാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ആ ഒരു വ്യൂ പോയിൻ്റ് കേസ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഇവിടെയാണ് നമ്മളെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് കേസ്? ഞാനത് ഫുള്ളാക്കിയിട്ടില്ല, ഇവിടെ കഴിഞ്ഞ് വെക്കാണ്ട്. അപ്പോൾ സ്റ്റോറേജും ആക്കിയിട്ടില്ല, ആയി വരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കി നമ്മളെ വീട് മൊത്തത്തിൽ കാണാം ഗൈസ്. നമ്മളെ പഴയ വീട് മൊത്തത്തിൽ കാണാം. ഓക്കെ, അതുപോലെ നമ്മൾ പുറത്തേക്ക് ഇത് ബാൽക്കണിയാണ് ഗൈസ്. ബാൽക്കണി ഞാൻ സെറ്റപ്പ് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കോബിൾ സ്റ്റോണിൻ്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ മാറ്റി ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട്. സോ ആലോചിച്ച് എടുത്ത തീരുമാനങ്ങളാണ് കേട്ടോ. സോ ഇവിടെ നമ്മൾ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. സോ ഇരുന്നിട്ട് നമുക്ക് രാത്രി അവിടെ ഇരുന്നിട്ടിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, സോ പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ചെടി വെച്ചിട്ടുള്ളത്. ഇത് രാത്രി ഇതിമെന്ന് എന്തൊക്കെ പ്രാണികളൊക്കെ വരും അല്ലേ, വരും ഗൈസ്. ഓക്കെ, നമ്മുടെ ഇവിടേക്ക് ലീവ്സ് വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ ലീവ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ സെറ്റപ്പ്. സോ ഇനിയുള്ളത് മേലത്തെ ഫ്ലോർ. സോ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ അടുത്ത പരിപാടി. സോ ഇവിടെ ഒന്നുമില്ല. സോ കാലി എടുക്കുകയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ആക്കാം. ഇവിടെ നമുക്ക് ഇത് വെച്ചിട്ടുണ്ട്. സോ ഇതിൽ ജനലുണ്ട് കേട്ടോ, ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ ഗ്ലാസ് ആണ്, പ്ലെയിൻ അല്ല. സോ കണ്ടാൽ പറയുമോ ഗൈസ് ഗ്ലാസ് ഉണ്ടെന്ന്? സോ ഇത് നമുക്ക് കാണാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഭംഗി വെച്ചാണ്. സോ അപ്പോൾ അത് അത്രയാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ. ഫുള്ള് ഞാൻ പറഞ്ഞൊന്നും വിചാരിക്കുന്നു. ഈ നമുക്ക് അണ്ടർഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിപ്പോൾ സോ അതിപ്പോൾ തന്നെ നമുക്ക് ഇന്ന് ഇടയിൽ ഉണ്ടാക്കാം. സോ ഞാൻ ഇവിടെയാണ് വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ സോ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വിചാരിച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടെ ഒരു നിലയേ ഉള്ളൂ. സോ ഇതെല്ലാം ഡിഗ് ചെയ്തിട്ട് നമുക്ക് 2 നില ആക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക്. ഇതാണ് സെറ്റപ്പ് ഇരുന്നത് നമ്മളെ ഇതിൻ്റെ. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഇവിടെ ഫുൾ ഡിഗ് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ നമ്മളിവിടെ ഫുൾ ഡിഗ് ചെയ്തിട്ടില്ല, ബട്ട് നമ്മൾ ഫുൾ ഡിഗ് ചെയ്യും ഗൈസ്. കുറച്ച് പണിയുണ്ട് ഗൈസ് ഇവിടെ. അതായത് ഇവിടുത്തെ ഡേട്ടുള്ള ഒഴിവാക്കണം ആദ്യം, പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ അടിയത്തെ നിലം കൂടി ഒഴിവാക്കണം. എന്നിട്ട് അവിടെ ബ്ലോക്ക് വെച്ച് വരണം. അവിടെ നമ്മൾ ഇതുപോലത്തെ ഡീപ് സ്ലൈറ്റിൻ്റെ ബ്രിക്ക് വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ വേറെ വെച്ചാൽ നേക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ വെക്കണം. സോ അതവിടെ തന്നെ ഇരിക്കട്ടെ. ടോർച്ച് വെക്കാല്ലേ, അവിടെ നിന്ന് ആരെയും സ്പോണായിട്ട് വരും. പിന്നെ വന്ന കഴിച്ച് ഞാനുണ്ടല്ലോ രാത്രി കുറച്ച് കാര്യങ്ങൾ ഇവിടെ കണ്ടു. അതായത് ഇവിടെ ഇരുന്ന് നമുക്ക് വല്ലതും കാണാമല്ലോ. അതായത് മറ്റേ പുതിയ സെറ്റപ്പ് ഉണ്ടല്ലോ, എന്താണ് ഈ സോംബി വോയിസിൻ്റെ പുറത്തിരുന്നിട്ടുള്ള ആ ഒരു സോംബി ഉണ്ടല്ലോ. പിന്നെ കയ്യിൽ മറ്റേ സ്പിയറും ഉണ്ടാവും. സോ അത് ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ ദൂരെ. ഞാൻ എടുത്ത് പോയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു സോംബി ഗൈസ്, ഡയമണ്ടിൻ്റെ ഫുൾ ആർമഡ് അല്ല, ഡയമണ്ടിൻ്റെ ചെസ്റ്റ് മറ്റേ തൊപ്പി മാത്രം ഇട്ട. ഇതൊക്കെ എന്താ ഗൈസ് കണ്ടില്ല? അത്ര കാണുന്ന സോംബിയാണോ? രാത്രിയുണ്ട് അവിടെ. എന്താ ഒരു സ്കെൽട്ടൻ ഗൈസ്.
ഓക്കെ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.